പ്രിയ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതം എന്ന ചർച്ചയിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കനാന്യ സ്ത്രീയുടെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നമ്മോടൊപ്പം പാസ്റ്റർ ജോയ് ജോണും പാസ്റ്റർ രാജേഷും എത്തിയിട്ടുണ്ട്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. പാസ്റ്റർ രാജേഷ്, പാസ്റ്റർ ജോൺ ജോയ്, ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കനാന്യ സ്ത്രീയുടെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയ അത്ഭുതത്തെക്കുറിച്ചാണ്. ആരാണ് ഈ കനാന്യ സ്ത്രീ? പാസ്റ്റർ രാജേഷ്. ഇവിടെ നമ്മുടെ വേദപുസ്തകം പരാമർശിക്കുന്നത് മത്തായിയുടെ പുസ്തകം 15-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നിയണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഇവിടെ കർത്താവേ ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ കാരണം എന്ത്? കർത്താവായ യേശുക്രിസ്തുവിനെ ദാവീദ് പുത്രായി നിന്നുകൊണ്ടാണ് ഈ കനാന്യ സ്ത്രീ വിളിച്ചത്. ഇതാണല്ലോ നമ്മുടെ ചോദ്യം. ജോസഫിൻ്റെ പുത്രാനെന്ന് വിളിച്ചുകൂടാന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ജോസഫിൻ്റെ പുത്രാനെ വിളിക്കാൻ നാം ശരിയായിട്ട് വേദപുസ്തകം പഠിക്കുക ജോസഫിൻ്റെ പുത്രനല്ല. ജോസഫിന് ഇതിനകത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ വന്ന് ജനിക്കുന്നതിന് ജോസഫിനെ സംബന്ധിച്ച് അത് ഒരു വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടും അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു ബന്ധമുള്ള ആളല്ല. എന്നാൽ ദാവീദ് പുത്ര എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാവീദിൻ്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു ജനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ആ യഹൂദ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ബേത്ലഹേമിൽ ആ സ്ഥലങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ്. യേശുക്രിസ്തുവിനെ അതുകൊണ്ടാണ് ദാവീദ് പുത്ര എന്ന് വിളിക്കാനുള്ള കാരണം. അവൻ ദാവീദിൻ്റെ കുലത്തിൽ ജനിച്ച ഒരു ക്രിസ്തുവിൻ്റെ പാരമ്പര്യ ഐഹിക ലോകത്തിലെ പാരമ്പര്യപ്രകാരം പറയുമ്പോൾ യേശുക്രിസ്തു ജനിച്ചത് ദാവീദ് ഗ്രഹത്തിലാണ്. അതുകൊണ്ടാണ് ഈ കനാന്യ സ്ത്രീ യേശുക്രിസ്തുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കാനുള്ള കാരണം. ഇവിടെ രസകരമായ വേറൊരു കാര്യം, യഹൂദന്മാരൊക്കെയും ഇത് അംഗീകരിക്കുന്നില്ല. കർത്താവായ ദൈവം ഇപ്രകാരം വീണ്ടെടുക്കാൻ വന്നവനാണ് എന്ന് അവരൊക്കെയും അംഗീകരിക്കാത്ത ഒരു സമയത്താണ് ഒരു അന്യജാതിക്കാരിയായ സ്ത്രീ കർത്താവിനെ കാണുവാൻ കടന്നു വരികയും അവന് ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്നു. കർത്താവായ ദൈവം ആ ഒരു പേരിൽ തന്നെ അവളുടെ ഹൃദയത്തെ അളക്കുകയാണ്. അപ്പം അവിടെയുള്ള യഹൂദന്മാരൊന്നും കർത്താവായ യേശുക്രിസ്തു ദാവീദ് പുത്രൻ എന്ന് വിശ്വസിച്ചില്ല. ഈ കനാന്യ സ്ത്രീ വിശ്വസിച്ചു. അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ സംഭവിച്ചു ചോദിച്ചാൽ പലപ്പോഴും പല അന്യജാതിക്കാരിൽ പലരും ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം തീർന്നിട്ടുണ്ട്. അതായത് യഹൂദരിൽ എല്ലാവരുമല്ല, എന്നാൽ ദൈവഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന പലരും ദൈവം കർത്താവായ യേശു ദാവീദ് പുത്രനാണ്, അല്ലെങ്കിൽ അവൻ വരുവാനുള്ള മെശിഹയാണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ അനേകം പേരും ദൈവം കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നോ അല്ലെങ്കിൽ ദാവീദിൻ്റെ പരമ്പരയിൽ പിറക്കാനിരുന്നവനായ ഒരു കർത്താവായ യേശു ആണോ എന്ന് അവരാരും തിരിച്ചറിയുവാൻ തക്കവണ്ണം വളരെ താമസിച്ചു. അല്ല, അവർക്കൊക്കെ അറിയാം, പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല. അന്നത്തെ അവരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ജനിക്കേണ്ടത് ഒരു പുൽത്തൊട്ടിയിലാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ അവർ കഴിയുന്നില്ല. ഈ മറിയയിൽ കൂടെ ജനനത്തെ അവർ അംഗീകരിക്കാനായിട്ട് ഒരു താമസമെടുത്തു. അവർ വിചാരിച്ച ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജ്ഞിയുടെ ഉദരത്തിൽ യേശുക്രിസ്തു ജനിക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചത്. ഇതേ രീതിയിൽ യേശുക്രിസ്തു ജനനത്തിൽ അവർക്ക് യേശുക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട കോണം അവർ വൈമനസ്യം കാണിച്ചതാണ് കാണുന്നത്. അപ്പോൾ ഈ കനാന്യ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിനോട് എന്താണ് പറഞ്ഞത് പാസ്റ്റർ? കനാന്യ സ്ത്രീ പറയുകയാണ്, അവളുടെ മകള് ഭൂതോപദ്രവം അല്ലെങ്കിൽ ഭൂതബാധിതയായിട്ട് കിടക്കുകയാണ്, അവളുടെ കുഞ്ഞിന് സൗഖ്യം വേണം. ഇതാണ് അവൾ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് യാചിക്കുന്നത്. എൻ്റെ മകൾക്ക് സൗഖ്യം തരണം. യേശുക്രിസ്തുവിന് ദാവീദിൻ്റെ പുത്ര എന്ന് വിളിച്ചതുപോലെ തന്നെ അവൾക്കറിയാം യേശുക്രിസ്തുവിന് സൗഖ്യം കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു ക്രിസ്തുവാണെന്ന് അവൾ പൂർണ്ണമായിട്ട് അറിയുകയും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൾ യേശുക്രിസ്തുവിനോട് പറഞ്ഞത്, ദാവീദ് പുത്ര, എൻ്റെ മകളോട് കരുണ തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ നിലവിളിക്കുകയാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തു അപ്പോൾ കരുണ കാണിച്ചോ? അവളെ കൂടെ പോയോ? അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെതായ ആ ഉത്തരം വളരെ വിചിത്രകരമായിരുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്കാണ് ഇറങ്ങി വന്നത്, അതുകൊണ്ട് തന്നെ മക്കൾ തിന്ന് തൃപ്തരായിട്ടില്ല, എനിക്ക് എങ്ങനെ പിന്നെ മറ്റുള്ളവർ കൊടുക്കുവാനായിട്ട് സാധിക്കും എന്നൊരു ചോദ്യം, എന്നൊരു ഉത്തരം കർത്താവായ ദൈവം ഈ സ്ത്രീയോട് പറയുകയാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്
ആ സ്ത്രീയുടെ മകളെ സൗഖ്യപ്പെടുത്തുവാൻ മനസ്സില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, മക്കൾക്ക് അപ്പം കൊടുത്തില്ല അല്ലേ? അതെ, അവള് ആദ്യം അവളുടെ മുമ്പിൽ ഒരു അത്ഭുതം പ്രവർത്തനം മുമ്പായിട്ട് അവളുടെ വിശ്വാസത്തെ കർത്താവ് അളക്കുവാൻ ശ്രമിക്കുകയാണ്. അവളോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അവളുടെ വിശ്വാസം എന്താണ്, അവൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ഒരു ഉത്തരം ലഭിക്കുവാനായിട്ട് കർത്താവ് ചില ചോദ്യങ്ങൾ കൊണ്ട് അവളോട് സംസാരിക്കുകയാണ്. അതാ മക്കളുടെ അപ്പം എടുത്ത നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറുണ്ടോ? അപ്പൊ നായ്ക്കുട്ടികൾ എന്ന് പറയുന്നത് ഈ കനാന്യ സ്ത്രീയെ അതായത് ഞാൻ വന്നത് ദാവീദ് പുത്ര എന്നല്ലേ വിളിച്ചത്. ഞാൻ ആ ഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ വ്യക്തിയാണെന്നാണല്ലോ ഇവൾ അവനെ സംബോധന ചെയ്തത്. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹം മറ്റുള്ളവർ അല്ലെങ്കിൽ അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവണ്ണം സാധിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിലും ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവളുടെ വിശ്വാസത്തിൻ്റെ അളവ് എത്രമാത്രം വലുതാണ്. ഇവൾ വാസ്തവത്തിൽ അനുഗ്രഹം വാങ്ങി അല്ലെങ്കിൽ അവളുടെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി അവളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ശരിയായിട്ട് കർത്താവ് മനസ്സിലാക്കാനായിട്ടായിരിക്കാം ഈ ഒരു ചോദ്യം ചോദിക്കുകയും അവൾ എന്നൊരു മറുപടി പറഞ്ഞതാണ് വളരെ ബുദ്ധിയോടുകൂടി അവൾ അനുഗ്രഹത്തിന് വേണ്ടി അവൾ പറയുകയാണ്, നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് ജീവിക്കുന്നില്ലയോ, അങ്ങനെയെങ്കിൽ ഇതിന് ഞാൻ അർഹനാണെന്ന് പറയുകയാണ്, അതെങ്കിലും എനിക്ക് തന്നാൽ മതി. അത്രമാത്രം അവർ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ ആഴം നോക്കിയാട്ടെ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പ്രസ്റ്റേജ് പ്രോബ്ലം അല്ലേ, അല്ലെ നമ്മളെയൊക്കെ നാണം കെടുത്തി, അല്ലെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി നീയാളുടെ സുവിശേഷം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഗുഡ് ബൈ. പക്ഷെ ഇവിടെ ഏതല്ല, അവരവിടെ നിന്നുകൊണ്ട് അവളുടെ ആവശ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറുപടിയിലൂടെ നമ്മളാണ് ആ സാഹചര്യത്തെങ്കിൽ നമ്മളെ നായ്ക്കുട്ടികൾ എന്ന് സംബോധന ചെയ്തില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. ആ രീതിയിൽ ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ കർത്താവായ ദൈവത്തെ വെറുത്ത് മടങ്ങിപ്പോകാം. പക്ഷെ അതിന് തുനിയാതെ കർത്താവായ ദൈവം എന്താണ് അർത്ഥമാക്കിയതെന്ന് ഉൾക്കൊള്ളുവാനും അത് മനസ്സിലാക്കുവാനും ആ സ്നേഹനിധിയായ പിതാവിനെ സ്വീകരിക്കുവാനും തക്കവണ്ണം ഈ കനാന്യ സ്ത്രീ തയ്യാറാവുകയാണ്. അത് എത്ര മഹത്തേറിയ ഒരു വിശ്വാസമാണ് അപ്പോൾ ആ കനാന്യ സ്ത്രീക്ക് കർത്താവായ യേശുക്രിസ്തുവിന് ആയിരുന്നിട്ടും ആ ഒരു വിശ്വാസത്തിലെ ഉടയവളായിട്ട് അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ അപ്രകാരം വിളിക്കുവാനും ഇപ്രകാരമൊക്കെയും പറഞ്ഞിട്ടും തിരിച്ചു മടങ്ങിപ്പോകുവാൻ ഒരിക്കലും മനസ്സില്ലാതെ അവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ പോകൂ എന്ന് തീർപ്പോട് നിൽക്കുവാൻ തക്കവണ്ണം ആ കനാന്യ സ്ത്രീ തയ്യാറായി. അതായത് അവളുടെ ആ തീരുമാനം എന്തെല്ലാം പറഞ്ഞിരുന്നാലും യേശുവെ നീ എൻ്റെ മകളെ സൗഖ്യമാക്കിയേ പറ്റുള്ളൂ. അവളുടെ വിശ്വാസം മറ്റൊരു സ്ഥാനത്ത് അവൾ ഒരുപാട് ആളുകളെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നേക്കാം, സമൂഹത്തിൽ വലിയ പ്രഗത്ഭന്മാരുണ്ടായിരിക്കാം. നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച വീണ്ടും തുടരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ സമയത്ത് എവിടെയായിരുന്നു പാസ്റ്റർ? നമ്മുടെ വചനം പറയുന്നത് ഈ കനാന്യ സ്ത്രീ കടന്നു വന്ന് കർത്താവായ യേശുവിനോട് തൻ്റെ മകളെക്കുറിച്ച് പറയുന്നതായ സമയത്ത്, നിലവിളിച്ച് പറയുന്നതായ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ആദ്യം ഇവളോട് ഒന്നും പറയുന്നില്ല, ഒരു ഉത്തരവും പറയുന്നില്ല. ഈ സമയത്ത് അവൾ വീണ്ടും 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 മടങ്ങി വന്ന് കടന്നു വന്ന് അടുത്ത് വന്ന് കർത്താവായ യേശുവിനോട് വീണ്ടും വീണ്ടും ഇതേ കാര്യം പറയുന്നതായ സമയത്ത് അവിടെ ഇവരെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ അവർ പറയുകയാണ്, ഇവരടുത്ത് വന്ന് കർത്താവായ യേശുവിനോട് പറയുകയാണ്, കർത്താവെ നിന്നെ വീണ്ടും അവൾ ശല്യപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ഈ ശിഷ്യന്മാരൊക്കെയും കർത്താവായ യേശുവിനെ, അപ്പൊ ഈ ശിഷ്യന്മാർക്ക് ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അങ്ങനെ വരുന്നില്ല, അവർ ഇഷ്ടപ്പെട്ടെന്നല്ല, അവരുടെ ഇവൾ നിലവിളിക്കുന്ന, അവൾ കരയുന്നു, ഒരു കനാന്യ സ്ത്രീയാണ്, ശല്യപ്പെടുത്തുന്നു, എല്ലാം മനസ്സിലാക്കി ഒരു അവനെ ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്ന പോലെ അവർക്ക് തോന്നി. അപ്പോൾ അതിനകത്ത് അവർക്ക് പ്രയാസമുണ്ട്. എങ്കിലും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന കരയുന്ന ഒരാളെ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പരിചയപ്പെടുത്താതെ വിടുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെ അല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാനായി സമൂഹത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിയമ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ അതിന് സംവിധാനങ്ങൾ ക്രമീകരിക്കണം. ഇവിടെ അങ്ങനെയല്ല. യേശുക്രിസ്തുവിനെ കാണാൻ വന്നിട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ കനാന്യ സ്ത്രീയെ പറഞ്ഞു വിടുവാൻ ശിഷ്യന്മാർക്ക് ആവശ്യം. അവർ ചെന്ന് പറയുകയാണ്, കർത്താവേ അവൾ നിലവിളിക്കല്ലേ കുറച്ച് നേരം കൊണ്ട്. അത് മാത്രമല്ല ഇവള് പറയുന്നവള് കാര്യമൊന്നും ആക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം ഒരു കനാന്യ സ്ത്രീയാണ്, ഒരു അന്യജാതിക്കാരിയാണ്, തൊട്ടുകൂടാത്തവളെന്ന അർത്ഥത്തിലാണ് അവരെ ആ സ്ത്രീ കാണുന്നത് തന്നെ. അപ്പൊ അത് അവൾ എത്ര വന്ന് പറഞ്ഞിട്ടും അതൊന്നും കാര്യമാക്കാതെ ഇവരെ മാറി നിന്ന് കർത്താവായ യേശുവിനെ അകറ്റുവാനായിട്ട് ശ്രമിക്കുകയാണ്.
അപ്പോൾ ഈ ശിഷ്യന്മാർ ആ സ്ത്രീയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലോട്ട് വരുവാൻ വിടാതെ ഒരു തടസ്സമായി പരിധി വരെ അവർ വിടാത്ത രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവള് നിലവിളിക്കുക. അവൾ നിലവിളിക്കുക. അവൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദത്തില്ല, അവൾ ഒച്ചത്തിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ദാവീദ് പുത്ര, ദാവീദ് പുത്ര, എൻ്റെ മകളോട് എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിലവിളിക്കുക. ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങൾ അവൾക്ക് പ്രശ്നമല്ല. അവർ വിടാതിരുന്നാലും പിടിച്ചു നിർത്തിയിരുന്നാലും അവൾ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? യേശു ക്രിസ്തുവിൽ മാത്രമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത് പാസ്റ്റർ? അവിടെ നമ്മോട് വചനം പറയുന്നത്, ഇവൾ ഇപ്രകാരം ചോദിക്കും, കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുകയാണ്. അതെ, അവരോട് പറയുകയാണ്. അപ്പൊ ഇത് അവളും കേൾക്കുകയാണ്, അത് കനാന്യ സ്ത്രീയും അത് കേൾക്കുകയാണ്. അപ്പൊ അത് കേട്ടിട്ട് കനാന്യ സ്ത്രീ പറയുകയാണ്, കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് കർത്താവായ ദൈവം ഉത്തരം പറയുകയാണ്. അപ്പൊ ഇവിടെ കാണാതെ പോയ ആട് ആരാണ്? എന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ കർത്താവായ ദൈവത്തെ മനസ്സിലാക്കാതെ, സൃഷ്ടിതാവായ യഹോവയായ ദൈവത്തെ മനസ്സിലാക്കാതെ, ആരാണോ ഏത് ദൈവമാണോ അവരെ മിസ്രൈമിൽ നിന്നും ദൈവം കർത്താവായ ദൈവം ഇസ്രായേൽ മക്കളെ വെടിവിച്ചു കൊണ്ടുവന്നു, അത്ഭുതങ്ങളും അതിശയങ്ങളും കാണിച്ചു, ഫറവോനിൽ നിന്നും അവരെ വീണ്ടെടുത്തു കൊണ്ടുവന്നു. ആ ദൈവത്തെ പിൽക്കാലത്ത് അവർ മറന്നുപോയി. ആരാണെന്ന് മറന്നുപോയി. ദേവന്മാരോടും കല്ലിനോടും പ്രതിമയോടും ഒക്കെയും അവർ ആരാധിക്കുവാൻ ഒക്കെയുമായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെയുള്ളതായ ദൈവത്തെ അനുസരിച്ചിരുന്ന ഒരു കാലം, എന്നാൽ അവരുടെ പൂർവികന്മാർ ദൈവത്തെ അനുസരിച്ചിരുന്നു. എന്നാൽ ഇന്ന് പിൽക്കാലമായപ്പോഴേക്കും അവരുടെ പുതിയ തലമുറ ദൈവത്തെ മറന്ന് ജീവിച്ചത് അവരവസ്ഥ. നഷ്ടപ്പെട്ടു പോയി. അതെ, അങ്ങനെ കാണാതെ പോയിരിക്കുന്നതായ ആ ആടുകളെ തേടി കർത്താവ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ മറുപടി കേട്ടപ്പോൾ കനാന്യ സ്ത്രീയുടെ ഉത്തരം എന്തായിരുന്നു? അവൾക്ക് ആ മറുപടി ഒന്നും വിഷയമല്ല. അവൾക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് എൻ്റെ മകൾക്ക് സൗഖ്യം വരണം. അതെ, കർത്താവെ, നീ എന്തെല്ലാം മറുപടി പറഞ്ഞാലും ഈ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിരുന്ന നായ്ക്കുട്ടിയെ പോലെ ഉപമിച്ചാലും നായ്ക്കുട്ടികൾ അതിൽ നിന്ന് ഉപജീവനം കഴിക്കുമെന്ന് അവൾ പറഞ്ഞു. അത് കിട്ടിയാലെങ്കിലും മതി. ഇവിടെ അത് അത്രയെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവൾ പറയണതാണ്. അതുകൊണ്ട് അവൾ അകന്നു പോകാണ്ടൊക്കെ ആഗ്രഹിക്കുകയല്ല, അവൾ ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് അതൊരു വലിയ കാര്യം ദൈവം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നത് ഒരു പ്രത്യേക ജാതിക്കാർക്ക് വേണ്ടിയോ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയോ രാഷ്ട്രത്തിന് വേണ്ടിയല്ല. യേശു ക്രിസ്തു വന്നിരിക്കുന്ന ലോകത്തിലുള്ള സകല മനുഷ്യർ, അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന സകല മനുഷ്യരെയും തേടിക്കൊണ്ടാണ്. ഇവിടെ വചനം നമ്മോട് പറയുന്നത്, കർത്താവ് യേശു അവളോട് പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അവൾ ചോദിക്കുന്നത്, കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അപ്പൊ സ്വയമായിട്ട് കർത്താവ് നായ്ക്കുട്ടി എന്ന് ഉപമിക്കുന്നെങ്കിൽ തന്നെയും ഞങ്ങൾ നായ്ക്കുട്ടികളാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് ഞങ്ങളും അത് തിന്നുവാൻ യോഗ്യരാണല്ലോ എന്ന് ഈ കനാന്യ സ്ത്രീ സമ്മതിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് വീഴുന്നത് അത്രയാണെങ്കിലും അതെങ്കിലും മതി. അതെ, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് കൊടുത്തതായ അനുഗ്രഹങ്ങളുടെ പകുതി ഒരു അല്പമെങ്കിലും നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അതായാലും മതി എന്ന് ഈ കനാന്യ സ്ത്രീ പറയുകയാണ്. എത്ര താഴ്മയേറിയ ഒരു വിശ്വാസമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കനാന്യ സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ചിലർ വിചാരിക്കും ഈ ഒരു ഉത്തരത്തിലൂടെ കർത്താവായ ദൈവം അവളെ ഒരു നായക്കുട്ടി എന്ന് അഭിസംബോധന ചെയ്തു. ഒരിക്കലും അങ്ങനെയല്ല. ഇവളുടെ വിശ്വാസം എത്രത്തോളമാണ്, ഇവൾ എന്ത് മനസ്സിൽ കരുതുകയാണ്, എന്താണ് ഇവളുടെ ഉദ്ദേശം, അത് അറിയുവാനായിട്ടും ലോകർക്ക് ഇവൾ ഒരു സാക്ഷ്യമാകുവാൻ കർത്താവ് ഇവളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയുവാനായിട്ട് ഇവൾ കർത്താവ് ഇവിടെ ചോദിക്കുമ്പോൾ ആ മനസ്സിലിരിപ്പ് അത്രയും താഴ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഇവൾ കർത്താവായി ഇങ്ങനെ സംസാരിക്കുവാനും കർത്താവ് ഒരു വലിയൊരു അത്ഭുതം ചെയ്യുവാനും തക്കവണ്ണം ഈ സ്ത്രീയുടെ കുഞ്ഞിൽ ഇടവരികയും ചെയ്യുകയാണ്. ഇത്ര താഴ്മയേറിയ ഒരു വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ടോ പാസ്റ്റർ? ഇന്ന് നമ്മെ സംബന്ധിച്ച് യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ദൈവത്തിന് വചനം പറഞ്ഞത് താഴ്മയും വിനയമുള്ളവനായിരിക്കുക, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താണിരിക്കുക, തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തുന്നൊക്കെ ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവൾ എത്രത്തോളം താണോ അത്രത്തോളം അവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇന്ന് സമൂഹത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുകഴുവാണ്ടൊക്കെ ഒന്നുമില്ല. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ എത്രത്തോളം താണ് അവനെ അംഗീകരിച്ച്, കർത്താവെ, ഞാൻ ഒന്നുമില്ല, ഞാൻ നിസ്സാരക്കാരനാണ്, നീ എന്നിൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പ്രവർത്തിപ്പാനൊക്കെ ശക്തനാണ്. അവൻ നമ്മളെ സഹായിക്കാനൊക്കെ ബലമുള്ളവനാണ്. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം വലിയവനാണ്. കാരണം എന്താണ്? യേശുക്രിസ്തു ഈ ഭൂലോകത്തെ മുഴുവനും
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ഭൂമിയിൽ കാണുന്ന സകലത്തെയും മനുഷ്യനെ നിർമ്മിച്ചത് യേശുക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നാം എത്രത്തോളം താഴ്ന്നോ അത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇത്രമാത്രം താഴ്മയുടെ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ വചനം പറയുന്നത് അപ്രകാരമാണ്. കർത്താവായ ദൈവം പിതാവിനോട് സമനായിരുന്നിട്ടും തന്നെത്താൻ താഴ്ത്തി ഭൂമിയിൽ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ താഴ്മയുള്ളവന് എപ്പോഴും മാനമുണ്ട്, എപ്പോഴും നന്മയുണ്ടാകും, എപ്പോഴും ദൈവകൃപയുണ്ടാകും. താഴ്മ നമുക്ക് ആവശ്യം തന്നെയാണ്. ഓക്കെ, വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്രിയ പ്രേക്ഷകരെ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരാണോ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കനാന്യ സ്ത്രീയുടെ കുഞ്ഞിന് എപ്പോഴാണ് സൗഖ്യം വന്നത് പാസ്റ്റർ? അവൾ പോകാതെ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട്, കർത്താവേ, നീ എൻ്റെ മകനെ സൗഖ്യമാക്കിയേ മതിയാകും, എൻ്റെ മകനെ സൗഖ്യമാക്കും, അവളുടെ മകൾക്ക് സൗഖ്യമാക്കുന്ന വിശ്വാസം അവരുടെ ഉള്ളിൽ അങ്ങോട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലുതാണ്. ആ മാത്രയിൽ തന്നെ അവരുടെ ഭവനത്തിനകത്ത് അവരുടെ പ്രിയപ്പെട്ട മകൾ സൗഖ്യമാകുകയാണ്. കർത്താവ് പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്, നീ എന്താണ് നനയ്ക്കുന്നത് അതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവായ യേശു അവളോട് പറയുകയാണ്. ആ മാത്രയിൽ നമ്മുടെ വചനം പറയുകയാണ്, വേറൊരു ഭാഗത്ത് പറയുകയാണ്, ഇവൾ അവിടെ വിട്ട് അങ്ങനെ പറഞ്ഞ പ്രകാരം അവൾ ഭവനത്തിലേക്ക് പോകുന്നു. ഭവനത്തിൽ ചെന്നായ സമയത്ത് ഇവൾ കാണുന്നത് തൻ്റെ കുഞ്ഞു മകള് എഴുന്നേറ്റിരിക്കുന്നു, സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു, ഭൂതം വിട്ടു പോയി എന്ന് ഈ സ്ത്രീ അവിടെ കാണുകയാണ്. അപ്പോൾ ഇതിൽ കൂടി മനസ്സിലാക്കുന്നത് കനാന്യ സ്ത്രീയുടെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു അല്ലേ? ഇതിൽ കൂടി നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ കഴിയും? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാവശ്യമായിട്ട് നിന്ന്, കർത്താവെ, നീ എന്നെ സൗഖ്യമാക്കാൻ മതിയായവനാണ്, നീ എന്ത് കൽപ്പിച്ചാലും അങ്ങനെ സംഭവിക്കും, അത് നിൻ്റെ നാവിൽ കൂടെ നിന്നിൽ കൂടെ ആ പവർ അല്ലെങ്കിൽ ആ ശക്തി ഞങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ, മറ്റാരിൽ കൂടെയുള്ള ശക്തി പറ്റത്തില്ല. കാരണം ഈ കുഞ്ഞിനെ ഒരുപാട് സ്ഥലത്തുകൊണ്ട് ചികിത്സിക്കാനും അതിലൊരുപാട് ഭാരപ്പെട്ടു. പക്ഷേ യേശുക്രിസ്തു അവൻ്റെ അത്ഭുതകരമായിരിക്കുന്ന വാക്കുകളുടെ മുമ്പാകെ അവൾ സൗഖ്യമായി. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്, കർത്താവിൽ നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ അവൻ നമ്മളെ സൗഖ്യമാക്കാനൊക്കെ മതിയായ ദൈവമാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യന് പലപ്പോഴും അസാധ്യമെന്ന് തോന്നും, പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതാണ് ഇവിടെ നാം കാണുന്നത്. ഒന്ന്, നാം ആവശ്യപരമായിട്ട് ദൈവത്തിൽ നിൽക്കുന്നു. രണ്ട്, കർത്താവ് നമ്മുടെ ആവശ്യത്തിന് മേൽ പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിന്മേൽ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. ഇവിടെ വേറെ കാണുന്ന ഒരു രസകരമായ കാര്യം, കർത്താവായ ദൈവം നിന്റെ മകൾ സൗഖ്യമാകട്ടെ എന്നൊരു വാക്ക് അവിടെ പറയുന്നില്ല. മറിച്ച് നിന്റെ വിശ്വാസം വലിയത് എന്ന് അവളെ പ്രശംസിക്കുകയും അതോടൊപ്പം നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. അവളുടെ വിശ്വാസത്തെ കർത്താവ് മാനിക്കുകയാണ്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി കനാന്യ സ്ത്രീ തന്റെ ഭവനത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുന്നത്. പോയതായ സമയത്ത് ഭവനത്തിൽ ചെല്ലുകയും തന്റെ കുഞ്ഞിനെ കാണുകയും, സൗഖ്യം പ്രാപിച്ച മകളായിട്ട് കുഞ്ഞിനെ കാണുകയും ചെയ്യുകയാണ്. ആരോഗ്യത്തോടുകൂടെ ആ കുഞ്ഞ് സുബോധം ഉള്ളവളായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ മാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാനും നിങ്ങളും അപ്രകാരം കർത്താവായ ദൈവത്തോട് കൂറുള്ളവർ, നമ്മുടെ വിശ്വാസമുള്ളവരായി നാം ജീവിക്കുവാൻ നാം തയ്യാറാണ്. നമ്മളെ തീർച്ചയായും ദൈവം മാനിക്കും. വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെയും മാനിക്കും. നമുക്ക് ചിലപ്പം വിശ്വാസം ഉണ്ടാകാറുണ്ട്, ചില കുറച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളുടെ വിശ്വാസം വീണ്ടും പോകാറുണ്ട് അല്ലേ? അതെ. ഇവിടെ ഈ കനാന്യ സ്ത്രീ ആവശ്യബോധത്തോടെ വന്നു. അവൾ പറയുകയാണ്, എനിക്കിതിനൊന്നും അർഹതയില്ല. യേശുക്രിസ്തു അതിനോട് യോജിച്ചവളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവൾ പറയുകയാണ്, അവളുടെ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പറയുന്നത്. കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം. ഈ നായ്ക്കുട്ടികൾ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൊണ്ട് അതും ജീവിക്കുന്നില്ലേ, അങ്ങനെ നീ എന്നെ അവോയ്ഡ് ചെയ്യാനൊക്കെ ശ്രമിക്കേണ്ട, നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. അതിൽ നാം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. അവളെ അങ്ങനെ പറഞ്ഞെങ്കിലും യേശുക്രിസ്തു അവളെ സ്നേഹിക്കുന്നുണ്ട്. ലോകത്തിൽ അനേക ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന കുലത്തിൽ, ഇന്ന സമുദായത്തിൽ, ഇന്ന സമൂഹത്തിൽ ജനിച്ചവരാണ് എന്നൊക്കെയും പറഞ്ഞ് അവർ മാറി നിൽക്കുമ്പോൾ യേശു പറയുകയാണ്, അങ്ങനെയൊന്നും നിങ്ങൾ മാറി നിൽക്കണ്ട. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് ധൈര്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്.
മനുഷ്യൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് സകല മനുഷ്യർക്ക് വേണ്ടി, ഭൂലോകത്തിൽ കാണുന്ന സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ഏതെല്ലാം വിഭാഗമുണ്ടോ സകല മനുഷ്യർക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ള സകല മനുഷ്യരെ യേശുക്രിസ്തു വിളിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വരിക. ഇവിടെ എനിക്ക് ഇദ്ദേഹം പാസ്റ്റർ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് പെട്ടെന്ന് യാക്കോബിനെ ഓർമ്മയിലേക്ക് വരികയാണ്. ആ രാത്രിയിൽ യഹോവയായ ദൈവദൂതനുമായിട്ട് യാക്കോബ് മല്ല് പിടിക്കും പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അതുപോലെ ഈ കനാന്യസ്ത്രീ പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചാലല്ല, എന്റെ കുഞ്ഞിന് സൗഖ്യം നൽകിയാലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോകുകയില്ല. എത്ര ബലവത്തായ വിശ്വാസം. അതെ, എന്നെ അനുഗ്രഹിച്ചാൽ എന്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയാലേ ഞാൻ ഇവിടെ നിന്ന് നീ എന്നെ എന്തൊക്കെ പറഞ്ഞാലും, നീ എന്നെ ചെളിവാരി എറിഞ്ഞാലും, നീ എന്നെ ഓട്ടിച്ചാലും, നീ എന്നെ കല്ലെറിഞ്ഞാലും, നീ എന്നെ അപമാനിച്ചാലും എനിക്കത് പ്രശ്നമേ അല്ല. ഞാൻ അനുഗ്രഹം പ്രാപിച്ചവളായിട്ട് എൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ച ഒരു സ്ത്രീയായിട്ടേ ഞാൻ ഇവിടുന്ന് പോകുകയുള്ളൂ എന്ന് പറയുവാൻ തക്കവണ്ണം ഈ കനാന്യ സ്ത്രീക്ക് സാധിക്കണം. യാക്കോബിന്റെ ഒരു അനുഭവം ഈ കനാന്യ സ്ത്രീയുടെ ഇവിടെ കടന്നു പോവുകയാണ്. എത്ര അനുഗ്രഹം പ്രാപിച്ചത്. നമ്മളും ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആയിരിക്കണം. നാം ഒരുപക്ഷെ പല സമയത്തായിട്ട് പല കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ടാകും. ആ സമയം നമ്മുടെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും പ്രവർത്തിപ്പാൻ തക്കവണ്ണം താമസിക്കും. എന്നാൽ ആ സമയങ്ങൾ നമ്മൾ ദൈവം വിടുകയാണ്. ഇവൻ എന്താണ് ചെയ്യുവാനായിട്ട് പോകുന്നത്? ഞാൻ ഇപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവൻ എന്നെ മറന്ന് ലോകത്തോട് ഇറങ്ങി പോകുമോ? അല്പം കൂടെ കാത്തിരുന്നാൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ നമ്മൾ വീണ്ടും കാണും. അവന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുവദിക്കും. അപ്പൊ നാം നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാതെ എൻ്റെ ദൈവം അതൊക്കെയും കാണുന്നുണ്ട്. ശരിയായ സമയത്ത് എനിക്ക് വേണ്ട ശരിയായ ഉത്തരം, ശരിയായ അർത്ഥത്തിലുള്ളതായ ഉത്തരം എനിക്ക് നൽകും എന്ന് പറയുവാനും ആത്മാർത്ഥമായി ദൈവത്തിൽ വിശ്വാസമുള്ളവരായിട്ട് ഈ കനാന്യ സ്ത്രീയെ പോലെ യാക്കോബിനെ പോലെ ആയിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായും സാധിക്കും. വളരെ രസകരമായ ഒരു ചർച്ചയായിരുന്നു. പ്രോഗ്രാമിന്റെ അവസാനമായിട്ട് നമുക്ക് പാസ്റ്റർ ജോൺ ജോയുമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഭൂലോകത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കിയ ദൈവത്തിന്, ദൈവമേ, ഏതെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ടെങ്കിൽ അവർക്ക് സൗഖ്യത്തെ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവത്തിന് സാധിക്കുമല്ലോ യേശുവേ. അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവെ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കൃപ കാണിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമറിയണം. കരുണയുള്ള ദൈവമേ, ആമേൻ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത പാസ്റ്റർ ജോൺ ജോയ്ക്കും പാസ്റ്റർ രാജേഷിനും ഹോപ്പ് ചാനലിൻ്റെ നാമധേയത്തിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിൽ കടന്നെടുത്തുകൊണ്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്രകാരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ദൈവത്തെ കുറിച്ച് സംസാരിക്കാനും ഒക്കെയുമായിട്ട് സാധിച്ചതിൽ വളരെ നന്ദിയും കടപ്പാടും ഞാൻ ഹോപ്പ് ചാനലിൽ അറിയിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഹോപ്പ് ചാനലിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ചാനലിൽ കൂടെ ഭൂലോകത്തിലുള്ള എല്ലാവരോടും പറയുവാണ്ടൊക്കെയാണ് ദൈവം തന്ന സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഈ പ്രോഗ്രാം വീക്ഷിച്ച നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിന് യഹൂദനെന്നോ യവനെന്നോ ഇന്നില്ല. നിങ്ങൾ ഏത് ജാതിയിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഏത് മതസ്ഥരായിക്കോട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ കടന്നു വരിക. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ 2 കൈ നീട്ടി സ്വീകരിക്കും. ആമേൻ.